2 ദിവസത്തെ വർക്ക് പെൻഡിങ്ങുള്ളതുകൊണ്ട് തന്നെ ചെക്കൗട്ട് ചെയ്യാൻ ബായ് വന്ന് വിളിച്ചപ്പോൾ എണീറ്റ്. പിന്നെ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഒരു ബാഗിലേക്ക് കുത്തിക്കയറ്റി മറ്റേ ബാഗ് അവിടെ ഏൽപ്പിച്ച് വേഗം ഇറങ്ങി. ഇവിടെ ഇന്നറിൽ 2 ഹെൽമെറ്റ് നിർബന്ധം, അതുകൊണ്ട് തന്നെ 250 എടുത്ത ഹെൽമെറ്റ് അങ്ങോട്ട് വാങ്ങി. ഇനി അങ്ങോട്ട് 2 ആഴ്ചത്തേക്ക് ഇതാണ് നമ്മളെ വണ്ടി, തിരിച്ചെത്തിയാൽ മതിയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് KFC കണ്ടപ്പോൾ അവിടെ കയറി മീലടിച്ച് 7 മിനിറ്റ് കഴിഞ്ഞ് വേണ്ടിട്ട് ഞാൻ എക്സ്ട്രാ പീസ് വെച്ചു. അതിൻ്റെയാണ് ഈ റിവ്യൂ എടുക്കലൊക്കെ. ഇവിടുന്ന് ഷിംലക്കാകെ 110 കിലോമീറ്റർ വരത്തുള്ളൂ, ഏകദേശം 2 മണിക്കൂർ. അങ്ങനെ പമ്പ് കയറി ഫുൾ ടാങ്ക് അടിച്ച് വേഗം ഹൈവേ പിടിച്ചു. ഷിംലക്കുള്ള ഏറ്റവും ചീപ്പ് റൂട്ട് ടോയ് ട്രെയിനാണ്. ചണ്ഡീഗറിന് ഏകദേശം 30 കിലോമീറ്റർ ഓടിയ കൽക്കന്ന് ഡെയിലി 4 ട്രെയിൻ ഉണ്ട്. 50 റുപ്യ ടിക്കറ്റ് വരുന്നുള്ളൂ, പക്ഷേ മിനിമം 5-6 മണിക്കൂർ ഓടിക്കും. ബൈറോഡാണെങ്കിൽ 3 മണിക്കൂറിന് ഇവിടെ എത്താം. ഏകദേശം ഒരു 50 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് ഹിമാചലിന്റെ ബോർഡർ എത്തി. പിന്നെ അങ്ങോട്ട് ക്ലൈമറ്റ് മാറി തണുപ്പാൻ തുടങ്ങി. നമ്മളിത് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു 50 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഇതിന്റെ ക്ലച്ച് എത്തി മണക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് വേണ്ടി ചായ അടിക്കാൻ നിർത്തി. ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഷിംല എത്തുമ്പോഴത്തേക്ക് 6 മണി കഴിഞ്ഞു. ഇവിടെ ആണെങ്കിൽ 2 ദിവസമായിട്ട് വൈകുന്നേരം നല്ല മഴയും, അതുകൊണ്ട് തന്നെ വേറെ റൂം എടുക്കാൻ വിചാരിച്ചു. സീസൺ തുടങ്ങിയോണ്ട് തന്നെ ഷിംലയിലെ റൂമിന് നല്ല റേറ്റാ. അതുകൊണ്ട് തന്നെ അവിടുന്ന് 4 കിലോമീറ്റർ മാറി കുഫ്രിക്കുള്ള റോഡ് കയറി അവിടെ റൂം എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം അവിടെ 800 ഒപ്പിച്ച്. ഈ ഏരിയയിൽ രാത്രി 8 മണി കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് ക്ലോസ് ആവും, പിന്നെ ഫുഡ് കിട്ടൂല. അതുകൊണ്ട് തന്നെ കുളിച്ച് മാറ്റി വേഗം ഫുഡ് അടിക്കാൻ ഇറങ്ങി. 6 റൊട്ടി ഒരു മിക്സ് വെജ് അടിക്കുമ്പോഴത്തേക്ക് 400 പോയി. രാവിലത്തേക്കുള്ള ബഡ്ജറ്റ് അവിടെ തീർന്നു. ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴത്തേക്ക് മഴ തുടങ്ങി. നാളെ കുഫ്രി വൈ നാർക്കണ്ട പിടിക്കാനും പ്ലാൻ. മഴ ആണെങ്കിൽ ഇവിടെ തന്നെ റൊട്ടി അടിച്ചിരിക്കേണ്ടിരുന്ന തോന്നുന്നത്. അപ്പൊ ശരി.